മക്കളെ, വെൽക്കം ടു ലീഡ്സ് അക്കാഡമി സ്മാർട്ട് പ്ലസ്. അപ്പോൾ ടീച്ചറിന്റെ പേര് സനിക. ടീച്ചറാണ് നിങ്ങളെ കെമിസ്ട്രി പഠിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് കെമിസ്ട്രി പഠിച്ചു തുടങ്ങാം. ഒരുമിച്ച് സെറ്റ് ആയിട്ട് പഠിച്ചു തുടങ്ങാം കേട്ടോ. അപ്പൊ റെഡിയല്ലേ? നിങ്ങൾ റെഡിയല്ലേ? ഞാൻ റെഡിയായി, നിങ്ങൾ റെഡിയല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ കെമിസ്ട്രിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ്? കെമിസ്ട്രിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, അല്ലെങ്കിൽ എന്ത് പറയും? പദാർത്ഥ സ്വഭാവം. പദാർത്ഥങ്ങളുടെ സ്വഭാവം, അവരെ പറ്റി, പദാർത്ഥങ്ങളുടെ സ്വഭാവത്തെ പറ്റിയൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടാ. അപ്പൊ നമുക്ക് എന്തൊക്കെ സ്വഭാവങ്ങളാണ് പഠിക്കുന്നത് നോക്കാല്ലേ? ഓക്കെ. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നതാണ് ഫിസിക്കൽ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. മാറ്ററിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ ഭൗതിക അവസ്ഥയെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ എന്ത് പഠിക്കാനുണ്ട്? പാർട്ടിക്കിൾസ് ഇൻ മാറ്റർ. മാറ്ററിലുള്ള പാർട്ടിക്കിൾസ് അഥവാ പദാർത്ഥത്തിലെ സൂക്ഷ്മ കണികകളെ പറ്റിയാണ് നമുക്ക് പിന്നെ പഠിക്കാനുള്ളത്. പിന്നെ അടുത്തതായിട്ടുള്ളതോ ചേഞ്ചസ് ഓഫ് സ്റ്റേറ്റ് അല്ലെങ്കിൽ അവസ്ഥ പരിവർത്തനം. ചേഞ്ചസ് ഓഫ് സ്റ്റേറ്റിനെ പറ്റി പഠിക്കാനുണ്ട്. പിന്നെയാണ് പ്യുവർ സബ്സ്റ്റൻസ് ആൻഡ് മിക്സ്ചേഴ്സ്. എന്ത്? ശുദ്ധ പദാർത്ഥവും മിശ്രിതവും, അതിനെ പറ്റി പഠിക്കാനുണ്ട്. പിന്നെയുള്ളത് സെപ്പറേഷൻ, വേർതിരിക്കൽ. വേർതിരിക്കൽ എങ്ങനെയാണെന്നൊക്കെ ഉണ്ട്, അതും നമുക്ക് നോക്കാം അല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് ഫസ്റ്റ് ചാപ്റ്ററിൽ എന്തൊക്കെയാ പഠിക്കേണ്ടതെന്നൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താ ബാക്കി കാര്യങ്ങൾ നോക്കാം അല്ലേ? ഫസ്റ്റ് നമ്മൾ എന്തിനെ പറ്റിയാ പഠിക്കുന്നേ? പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. അതിന് എന്ത് അറിഞ്ഞിരിക്കണം? ആദ്യം മാറ്റർ എന്താന്ന് അറിയണ്ടേ? മാറ്റർ എന്താന്ന് നോക്കാല്ലേ? മാറ്റർ ഈസ് എനിത്തിങ് ദാറ്റ് ഓക്യുപൈസ് എ സ്പേസ് ആൻഡ് ഹാസ് മാസ്. എന്താണ് മാറ്റർ? ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? പറയാം. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ എന്തിനേയും നമ്മൾ എന്തെന്ന് വിളിക്കും? പദാർത്ഥം അഥവാ ദ്രവ്യം എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? പദാർത്ഥം അഥവാ ദ്രവ്യം. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളത് എന്ന് വെച്ചാൽ എന്തായിരിക്കും? സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യം. എവിടെയും കൊണ്ട് വെച്ചാല് ഇരിക്കാൻ കുറച്ച് സ്ഥലം വേണം പുള്ളിക്ക് ഇല്ലേ? എയറിലൊന്നും നടക്കില്ല, കുറച്ച് സ്ഥലം വേണം എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ചാൽ. പിന്നെയോ മാസ് ഉള്ളത്. മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലെ? വെയിറ്റ് ഉള്ളത് അല്ലെങ്കിൽ തൂക്കമുള്ളത്. മാസ് ഉള്ളതുമായ എന്തിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? മാറ്റർ അഥവാ എന്ത്? പദാർത്ഥം, ദ്രവ്യം എന്നൊക്കെ വിളിക്കും. ഓക്കെ. അപ്പൊ നമ്മള് മാറ്റേഴ്സിനെ പറ്റി പഠിച്ചു. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതാണ്, മാസ് ഉള്ളതാണ് മാറ്റർ. ഓക്കെ അല്ലേ? പഠിച്ചില്ലേ? ഓക്കെ. എങ്കിൽ നമുക്ക് ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്താന്ന് നോക്കിയാലോ? ഭൗതിക അവസ്ഥ, പദാർത്ഥങ്ങളുടെ ഭൗതികാവസ്ഥ. എന്താണ് ഭൗതികാവസ്ഥ? നിങ്ങൾക്കറിയോ ഭൗതികാവസ്ഥ എന്താന്ന്? നമ്മൾ കാണൂലേ? നമ്മൾ കണ്ണിൽ കാണുന്ന, നമ്മളിപ്പോ ഡെസ്ക് കാണുന്നു, ബെഞ്ച് കാണുന്നു, വെള്ളം കാണുന്നു അല്ലെ? അപ്പൊ അതിനെങ്ങനെയാ? ഡെസ്ക് എങ്ങനെയാണ്? ഒരു ഖരാവസ്ഥയിലാണ് അല്ലെ? ഒരു ഡെസ്ക് എങ്ങനെയാണ്? അല്ലെങ്കിൽ വെള്ളം എങ്ങനെയാണുള്ളത് അല്ലേ? നമ്മൾ ആ കാണുന്ന അവസ്ഥയിലെ, നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് മാറ്റർ അഥവാ ഭൗതിക അവസ്ഥ. അപ്പൊ നമ്മള് അതിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് വെച്ചിട്ട് നമ്മൾ പദാർത്ഥങ്ങളെ 3 കാറ്റഗറി ആയിട്ട് തിരിക്കുന്നുണ്ട് ഇല്ലേ? അത് നിങ്ങൾക്ക് പരിചയമുള്ളതായിരിക്കും, നിങ്ങൾക്ക് അറിയാതെല്ലാം. അപ്പൊ ഈ ടീച്ചർ എന്തിനാ ഇതെല്ലാം പറയുന്നല്ലേ? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് അല്ലെ? 3 അവസ്ഥയിലല്ലേ നമ്മൾ കാണുന്നത്? സോളിഡ് സ്റ്റേറ്റില്, ലിക്വിഡ് സ്റ്റേറ്റില്, ഗ്യാഷ്യസ് സ്റ്റേറ്റില് അല്ലെ? സോളിഡ് സ്റ്റേറ്റിൽ എന്തൊക്കെയാ കാണുന്നേ? സോളിഡ് സ്റ്റേറ്റിൽ എങ്ങനെയാ? എന്തൊക്കെ വസ്തുക്കളാണ് നമ്മൾ കാണുന്നത്? റോക്ക്, പാറ അല്ലെ? ഒരു കല്ല്, അതൊക്കെ നമ്മൾ ഏത് അവസ്ഥയിലുള്ളത്? സോളിഡ് സ്റ്റേറ്റിലാണ് ഉള്ളത്. ആ അവസ്ഥയിലുള്ളതിനെ നമ്മൾ എന്തെന്ന് പറയും? സോളിഡ് സ്റ്റേറ്റ് അല്ലെ? ഒരു കട്ടിക്കുള്ളത്. പിന്നെ ഏതൊക്കെയാ സോളിഡ് സ്റ്റേറ്റിലുള്ളത്? വുഡ് അല്ലെ? മരക്കഷ്ണം, അത് ഏത് അവസ്ഥയിലുള്ളത്? സോളിഡ് സ്റ്റേറ്റിലാണ് അല്ലെ? ടേബിള് സോളിഡ് ആണ് അല്ലെ? ഓക്കെ ആണ്. അപ്പൊ പിന്നെയുള്ളത് ഏത് അവസ്ഥയാണ്? അടുത്തത് ലിക്വിഡ് സ്റ്റേറ്റ്. എന്ന് വെച്ചാൽ എന്താ ലിക്വിഡ് സ്റ്റേറ്റ്? ദ്രാവകാവസ്ഥ. ഏതവസ്ഥ? ദ്രാവകാവസ്ഥ. ദ്രാവകം എന്ന് പറഞ്ഞാല് വെള്ളം പോലെ ഇരിക്കുന്നത് അല്ലെ? വെള്ളം പോലെ ഇരിക്കുന്നത് എന്നും നമുക്ക് ദ്രാവകമാണ്. വെള്ളം ഒരു ദ്രാവകമാണ്. പിന്നെ ഏതാണ് ദ്രാവകം? വാട്ടർ ഒരു ദ്രാവക രൂപത്തിലാണ്. പിന്നെ മിൽക്ക്, മിൽക്ക് ദ്രാവക രൂപത്തിലാണ്. പിന്നെയോ ജ്യൂസും ദ്രാവക രൂപത്തിലാണ്. ഓക്കെ. പിന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ് ഏതാ? മൂന്നാമത്തെ അവസ്ഥ ഏതാ? ഗ്യാഷ്യസ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗ്യാസ് എന്ന് പറയും. വാതകാവസ്ഥ അല്ലെ? വാതകാവസ്ഥയിലോ ഓക്സിജൻ വിട്ടിട്ട് നമുക്കൊരു വേറെ വാതകം ഇല്ലേ? ഇല്ല അല്ലെ? ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ,
നൈട്രജൻ ഇതൊക്കെയാണ് വാതകാവസ്ഥയിലുള്ള പദാർത്ഥങ്ങൾക്ക് എക്സാമ്പിൾ അല്ലെങ്കിൽ ഉദാഹരണങ്ങൾ. അപ്പൊ ഓക്കെയാണല്ലോ. മാറ്റർ എന്താണെന്ന് നോക്കിയാണ്, മാറ്റേഴ്സിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയാണ്. ഫിസിക്കൽ സ്റ്റേറ്റിന്റെ എക്സാമ്പിൾസ് നമ്മൾ, അതായത് ഫിസിക്കൽ സ്റ്റേറ്റിലുള്ള മാറ്റേഴ്സിന്റെ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഏതൊക്കെ സ്റ്റേറ്റ് ആണ് ഫിസിക്കൽ സ്റ്റേറ്റ് ഉള്ളത്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അതിന്റെയൊക്കെ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ. ദെൻ നമ്മൾ അടുത്ത പോർഷനിലേക്ക് മൂവ് ചെയ്യാണ്. നമ്മൾ എന്താണ് പഠിച്ചത്? മാറ്റേഴ്സിന് മാസ് ഉണ്ട്, അഥവാ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണെന്നാണ് പഠിച്ചത് അല്ലേ? അതെ. അങ്ങനെ എങ്ങനെയാ നമുക്ക് പ്രൂവ് ചെയ്യാം? ഒറ്റയടിക്ക് അങ്ങ് പറയാൻ വേണ്ടി പറ്റുമോ? മാസ് ഉണ്ട്, അല്ലെങ്കിൽ വെള്ളത്തിന് മാസ് ഉണ്ട്, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണെന്ന് ഒറ്റയടിക്ക് പറയാൻ വേണ്ടി പറ്റുമോ? അല്ലെങ്കിൽ ഉണ്ടോ? ഇതിനൊക്കെ ഉണ്ടോ നമുക്ക് നോക്കിയാലോ. വെള്ളത്തിന് നമ്മൾ എങ്ങനെ ഒരു പദാർത്ഥം എന്ന് വിളിക്കും? ഇല്ലേ? വെള്ളത്തിന് പദാർത്ഥം എന്ന് വിളിക്കണമെങ്കിൽ എന്ത് വേണമെന്നാ പറഞ്ഞേ? സ്ഥിതി ചെയ്യണമെങ്കിൽ, അതായത് വെള്ളം സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണോ, അല്ലെങ്കിൽ അതിന് വെള്ളത്തിന് തൂക്കമുണ്ടോന്നോ മാസ് ഉണ്ടോന്നൊക്കെ നോക്കണം. എന്നാലല്ലേ വെള്ളത്തിന് നമുക്ക് പദാർത്ഥം എന്ന് വിളിക്കാൻ വേണ്ടി പറ്റുള്ളൂ. നമുക്ക് നോക്കി നോക്കാം, വെള്ളത്തിന് മാസ് ഉണ്ടോ അല്ലെങ്കിൽ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണോ എന്നൊക്കെ നമുക്ക് നോക്കി നോക്കിയാലോ. നോക്കാം. അതിന് ആദ്യം 2 ബീക്കർ എടുക്കുക, ഒരേ ലെവല് വെള്ളം എടുക്കുക, അതിലേക്ക് പതിയെ ഒരു കല്ല് കെട്ടി ഇങ്ങനെ ഇറക്കി നോക്കുക. ഇറക്കി നോക്കുമ്പോ എന്താ സംഭവിക്കുക? ഒരു ബീക്കറിലേക്ക് കല്ല് കെട്ടി ഇറക്കിയാൽ മതിയേ. കല്ല് കെട്ടി ഇറക്കുക. ഇതേപോലെ ചിത്രത്തിൽ കാണുന്നത് പോലെ നമ്മൾ ഒരു ബീക്കറിലേക്ക് എന്താണ് കല്ല് കെട്ടി ഇങ്ങനെ ഇറക്കുന്നു. കല്ല് കെട്ടി ഇറക്കുന്നു. എന്ത് സംഭവിക്കും? നമ്മൾ ആ കല്ല് കെട്ടി ഇറക്കുന്ന ആ ബീക്കറിലെ വെള്ളത്തിന് എന്താവും? ജലനിരപ്പ് ഉയരും അല്ലേ? വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്യൂലേ? എന്തുകൊണ്ടാണ് അവിടെ വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നത്? നിങ്ങൾ പറയും കല്ലിന് കനമുണ്ട്, അതുകൊണ്ട് കല്ല് വീണതുകൊണ്ട് വെള്ളം പൊങ്ങിയതാന്ന് പറയും അല്ലേ? അവിടെ കല്ലിന് എന്ത് ചെയ്യണം? കല്ലൊരു പദാർത്ഥമാണ്, അതിനെന്താണ്? സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് അല്ലേ? ആവശ്യമല്ലേ? കല്ലിന് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണം അല്ലേ? കല്ലിന് കുറച്ച് സ്ഥലം വേണം എവിടെയെങ്കിലും ഒന്ന്. അപ്പൊ എന്ത് ചെയ്യും? ആ കെട്ടി ഇറക്കുന്ന ആ കല്ല് എന്ത് ചെയ്യും? കുറച്ച് വെള്ളത്തിനെ അങ്ങ് തള്ളി മാറ്റും അല്ലേ? മാറി നിൽക്കുക, എനിക്ക് ഇരിക്കാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളത്തിനെ അങ്ങ് കല്ല് തട്ടി മാറ്റും. അപ്പൊ വെള്ളം ബാക്കിയുള്ളവരെന്ത് ചെയ്യും? ആ കല്ല് തട്ടി മാറ്റിയ വെള്ളം എന്ത് ചെയ്യും? മുകളിലേക്ക് ഉയരും ഇല്ലേ? എന്നിട്ട് കല്ലെന്ത് ചെയ്യും? നിങ്ങൾ അങ്ങനെയായ പറ്റത്തില്ലല്ലോ, എനിക്ക് ഇരിക്കാനുള്ള സ്ഥലമല്ലേ എന്ന് പറഞ്ഞ് കല്ല് അവിടെ ഇരിക്കും. അപ്പൊ എന്താകും? വാട്ടർ ലെവല് ഇൻക്രീസ് ചെയ്യും. അതെന്താണ്? അപ്പൊ കല്ലിന് ഇരിക്കാൻ സ്ഥലം ആവശ്യമാണോ? ആവശ്യമാണ്. അതുകൊണ്ടാണ് അത്രയും ജലത്തെ അത് നീക്കം ചെയ്യുന്നത്. ഓക്കെ ആണോ? ഓക്കെയാണ്. അടുത്തത് എയർ നീഡ് സ്പേസ് ടു ഓക്യുപ്പൈ. വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. നമ്മൾ പറഞ്ഞു പദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാല് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ എന്തിനേയും നമ്മൾ എന്തെന്ന് വിളിക്കുന്ന പറഞ്ഞത്? എന്തെന്ന് വിളിക്കുന്ന പറഞ്ഞേ? പദാർത്ഥം അഥവാ ദ്രവ്യം എന്ന് വിളിക്കുന്ന പറഞ്ഞത് അല്ലേ? നമ്മൾ പറഞ്ഞു പദാർത്ഥത്തെ 3 ഫിസിക്കൽ ഭൗതിക അവസ്ഥയിൽ തിരിച്ചിട്ടുണ്ട്, ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് ആക്കിയിട്ടുണ്ടെന്ന്. അപ്പൊ ഈ ഗ്യാസിന് വെയിറ്റ് ഉണ്ടോ? എയർ ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ളതിന് ഓക്സിജന് വെയിറ്റ് ഉണ്ടോ? കാർബൺ ഡൈ ഓക്സൈഡിന്? ഇവർക്കൊക്കെ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ടോ? ഉണ്ടോ? നമുക്ക് നോക്കാം വേണോന്ന്. ഓക്കെ. നമ്മള് വീട്ടിൽ നിങ്ങൾ നമുക്ക് നോക്കാം അല്ലെ? അതിന് വേണ്ടിട്ട് ഒരു ബീക്കർ എടുക്കാം. ബീക്കറിൽ ചിത്രത്തിൽ കാണുന്നത് പോലെ എന്താ വെള്ളം നിറയ്ക്കുക, വെള്ളം നിറച്ച് വെക്കുക. എന്നിട്ട് ഒരു ഗ്ലാസ്, സാധാ കുപ്പിന്റെ ഗ്ലാസ് ഇല്ലേ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉള്ള, അത് പതിയെ ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് അതിനകത്തേക്ക് ഡബ് ചെയ്യുക. പതിയെ മുക്കുക. ശരിക്കും ഒന്നും ചെയ്യരുത് കേട്ടോ, നേരെ തന്നെ താത്താൻ നോക്കുക. താഴുവോ? താഴത്തില്ല. എന്താ താഴാത്തെ? ആ ഗ്ലാസിന്റെ ഉള്ളിൽ എന്തുണ്ട്? എയർ ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട്, എയർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ എയറിന്റെ ഫോഴ്സ് കാരണം എന്ത് ചെയ്യും? ഒരിക്കലും ഇത് താഴൂല. അതേസമയം നമ്മൾ ആ ഗ്ലാസ് ഒന്ന് ചെരിക്കോ തിരിക്കോ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിൽ എയർ അങ്ങ് സ്പ്രെഡ് പുറത്തേക്ക് പോകും. അപ്പൊ എന്ത് ചെയ്യും? ആ ഗ്ലാസിന്റെ ഉള്ളിൽ വെള്ളം കയറും, അങ്ങനെ ഗ്ലാസ് താഴും അല്ലേ? എന്തുകൊണ്ടാണ് ആ ഗ്ലാസ് ടംബ്ലർ താഴാതിരുന്നത്? ഗ്ലാസിന്റെ ഉള്ളിൽ എയർ ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട്. എയർ ഒക്യുപ്പൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ അതിന്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ എന്താണ്? എയറിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. അതുകൊണ്ട് ഇനി ആരും വാതകത്തെ പോയിട്ട് ഇത് പദാർത്ഥമല്ല എന്ന് പറയാൻ നിൽക്കണ്ട കേട്ടോ. എന്താണ്? വാതകത്തിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. ഓക്കെ ആണല്ലോ? ഓക്കെയാണ്. നെക്സ്റ്റ് അടുത്തത് നമുക്ക് നോക്കാം. എയറിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണെന്ന് ടീച്ചർ പറഞ്ഞു ഇല്ലേ? മാസ് ഉണ്ടോ?
വെയിറ്റ് ഉണ്ടോ? തൂക്കി നോക്കിയാലോ? 1 കിലോ എയർ അങ്ങ് തൂക്കിയാലോ? ഊതി വീർപ്പിച്ച് നമ്മൾ എന്ത് ചെയ്യും? ത്രാസിലൊക്കെ വെച്ച് തൂക്കാൻ പറ്റുമോ? തൂക്കി നോക്കിയാൽ വല്ല അറിയോ? ഇല്ല. അപ്പൊ നമുക്ക് നോക്കാം എയറിന് എങ്ങനെ മാസ് ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ, അതിന് 2 ബലൂണൊക്കെ ഊതി വീർപ്പിച്ച് കെട്ടി വെക്കുക. അത് ഒരു കമ്പിന്റെ അറ്റത്ത് 2 അറ്റത്ത് കെട്ടി വെക്കുക. അതാ ചിത്രത്തിൽ കാണുന്നുണ്ടല്ലോ. ചിത്രത്തിൽ കാണുന്നത് പോലെ എന്താക്കുക? കെട്ടി വെക്കുക. കെട്ടി വെച്ചിട്ട് അതിലൊന്നിന് ചെറിയൊരു ഓട്ടിട്ട് കൊടുക്കുക. ഒരു പിന്നെടുക്കുക, ഒരു കുത്തു കൊടുക്കുക. എന്ത് സംഭവിക്കും? 2 ബലൂൺ ഇങ്ങനെ കെട്ടി തൂക്കിയിരിക്കുന്നതാണ്. അതിലൊരു ബലൂണിലേക്ക് പതിയെ ഒരു ഓട്ട, ഒരു പിന്നും കൊണ്ട് ഒരു കുത്തു കൊടുത്തു. എന്ത് സംഭവിക്കും? ബലൂൺ പൊട്ടും. ബലൂൺ പൊട്ടൂലേ? പൊട്ടും. ബലൂൺ പൊട്ടുമ്പോ മറ്റേ ബലൂൺ എന്താകും? അയ്യോ അവൻ പൊട്ടിയെന്നും പറഞ്ഞോണ്ട് താന്നങ്ങ് പോകും ഇല്ലേ? ഒന്നങ്ങ് ചെരിയും ഇല്ലേ? ചെരിയൂലേ? ചെരിഞ്ഞു പോകും. അതിന് കാരണം എന്താണ്? ഈ സൈഡിലുള്ള ബലൂണിന് വായു ഉണ്ട്. അതിന്റെ ഉള്ളില് വായു ഉള്ളത് കൊണ്ട് അതിന്റെ ഭാരം കാരണം എന്ത് ചെയ്യും? ചെരിഞ്ഞു പോകും. ഇങ്ങനെ ചെരിഞ്ഞു പോകും ഇല്ലേ? ലാലേട്ടനെ പോലെ ഒരു സൈഡിലേക്ക് ഒന്ന് ചെരിഞ്ഞു നിൽക്കും. ഓക്കെ ആണോ? അതുകൊണ്ട് നമുക്കിവിടെ എന്ത് പറയാം? എയർ മാറ്ററിന് എന്തുണ്ടെന്ന് പറയാം? മാസ് ഉണ്ട്. എയറിന് എന്തുണ്ട്? മാസ് ഉണ്ട്. അങ്ങനെ നമ്മൾ പദാർത്ഥത്തിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണെന്നും മാസ് ഉണ്ടെന്നും തെളിയിച്ചു കഴിഞ്ഞില്ലേ? അല്ലേ? മാറ്ററിന് സ്പേസ്, matter needs space to occupy and has mass എന്നത് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ? ഓക്കെ അല്ലേ? Then നമ്മൾ ഓരോ ഫിസിക്കൽ സ്റ്റേറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ആ ഫിസിക്കൽ സ്റ്റേറ്റുള്ള പദാർത്ഥങ്ങൾക്ക് മാസ് ഉണ്ടോ, വോളിയം ഉണ്ടോ, അഥവാ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണോ എന്നൊക്കെയാണ് ഈ ടേബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ടേബിൾ ഇത് ഇമ്പോർട്ടന്റ് ആട്ടോ, കാരണം നിങ്ങൾക്ക് 1 വേർഡിനൊക്കെ എക്സാമിന് ചോദിക്കുന്ന ഒരു പോർഷൻ ആണിത്. സോളിഡ് സ്റ്റേറ്റ്. സോളിഡ് സ്റ്റേറ്റിലുള്ള ഒരു വസ്തുവിന് മാസ് ഉണ്ടോ? സോളിഡ് സ്റ്റേറ്റിലുള്ള ഒരു വസ്തുവിന് മാസ് ഉണ്ടോ? മാസ് ഉണ്ട് അല്ലേ? കല്ല് നമുക്ക് തൂക്കി നോക്കി അറിയാം എത്ര കിലോ ഉണ്ടെന്ന് ഇല്ലേ? ഓക്കെ, അറിയത്തില്ലേ? പിന്നെ ഏതൊക്കെയാ നമുക്ക് തൂക്കി നോക്കി അറിയുന്നതുള്ള സോളിഡ് സ്റ്റേറ്റില്? മാസ് ഉണ്ട്. സോളിഡ് സ്റ്റേറ്റിലുള്ള എല്ലാം മാസ് ഉണ്ട്. അത് നമുക്ക് തൂക്കി നോക്കാണ്ട് തന്നെ പറയാം മാസ് ഉണ്ടെന്ന്. ഡെഫിനിറ്റ് വോളിയം. ഡെഫിനിറ്റ് വോളിയം ഉണ്ടോ സോളിഡ് സ്റ്റേറ്റിലുള്ളത്? ഉണ്ടോ മക്കളെ? ഉണ്ട് ഇല്ലേ? അതായത് സോളിഡ് സ്റ്റേറ്റിലുള്ള ഒരു വസ്തു നമുക്ക് ഒരു ബുക്ക് ആയിട്ട് എടുക്കാം. ഒരു നോട്ട്ബുക്ക്. നിങ്ങളുടെ കയ്യിലുള്ള ചെറിയൊരു നോട്ട്ബുക്ക് ഇല്ലേ? അത് നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി ഓക്യുപ്പൈ ചെയ്യണം. എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കണമെങ്കിൽ കുറച്ച് സ്ഥലം, അതായത് ഒരു നോട്ട്ബുക്കിന്റെ വലിപ്പം. ആ നോട്ട്ബുക്കിന്റെ വലിപ്പം ഇല്ലാത്തവിടത്ത് അത് ഇരിക്കൂല ഇല്ലേ? ചില വീരന്മാരൊക്കെ ചെയ്യും, അത് വളച്ച് നുറിച്ച് ഇങ്ങനെ ഒടിച്ച് തിരിച്ച് അതിൻ്റെ ഉള്ളിലൊക്കെ എങ്ങനെയെങ്കിലും ഒക്യുപ്പൈ ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെയല്ല, ഇത് മുഴുവനായിട്ട് അത് ഇരിക്കാന് സ്ഥലം ആവശ്യമാണ് അല്ലേ? ആവശ്യമല്ലേ? ആണ്. അല്ലാത്തടുത്ത് അത് ഇരിക്കുകയില്ല. ഇല്ലല്ലോ. നമ്മൾ എന്ത് പഠിച്ചു? മാറ്റേഴ്സിന് സ്പേസ് വേണം, അല്ലെങ്കിൽ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്, അല്ലെങ്കിൽ മാസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു അല്ലെ? മാറ്റേഴ്സിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണെന്നും മാസ് ഉണ്ടെന്നും നമ്മൾ പഠിച്ചു ഇല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ച ഭൗതിക അവസ്ഥയിൽ വെച്ചിട്ട് അതിന് മാസ് ഉണ്ടോ, വ്യാപ്തമുണ്ടോ എന്നൊക്കെ നോക്കിയാലോ? നോക്കാം. സോളിഡ് സ്റ്റേറ്റിൽ മാസ് ഉണ്ടോ? സോളിഡ് സ്റ്റേറ്റിലുള്ള എല്ലാ വസ്തുക്കൾക്കും എന്തുണ്ട്? മാസ് ഉണ്ട്. ഡെഫിനിറ്റ് വോളിയം ഉണ്ടോ? ഡെഫിനിറ്റ് വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? വ്യാപ്തമുണ്ടോ? ഡെഫിനിറ്റ് വോളിയം സോളിഡ് സ്റ്റേറ്റിലുള്ള ഉണ്ട്. സോളിഡ് സ്റ്റേറ്റിലുള്ള എല്ലാത്തിനും കൃത്യമായ ഒരു വ്യാപ്തമുണ്ട്. എന്ത്? കൃത്യമായ ഒരു വ്യാപ്തം അല്ലെങ്കിൽ ഡെഫിനിറ്റ് വോളിയം ഉണ്ട് ഇല്ലേ? ഒരു ബെഞ്ച്, ഒരു കസേര ഇടേണ്ട സ്ഥലത്ത് നമുക്ക് കൊണ്ടുപോയിട്ട് ഒരു ബെഞ്ച് ഇടാൻ വേണ്ടി പറ്റുമോ? ഇല്ലല്ലോ. ബെഞ്ച് ഇടണമെങ്കിൽ ബെഞ്ച് ഇടാൻ പറ്റുന്ന അത്ര സ്ഥലം തന്നെ വേണം. അതായത് ഡെഫിനിറ്റ് കൃത്യമായ ഒരു വോളിയം ഉണ്ട് സോളിഡ് സ്റ്റേറ്റിൽ. പിന്നെയോ, സോളിഡ് സ്റ്റേറ്റിലുള്ള എല്ലാ വസ്തുക്കളും നിങ്ങളൊന്ന് നോക്കിക്കേ. ഒരു കൃത്യമായ ഷേപ്പ് ഇല്ലേ? ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ലേ സോളിഡ് സ്റ്റേറ്റിലുള്ള എല്ലാത്തിനും? ഇല്ലേ? കസേരയ്ക്ക് ഒരു നല്ല ഭംഗി. കസേര പലതരം കസേരകളുണ്ട്, പല ഷേപ്പുകളുണ്ട് അല്ലേ? ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട് ഇല്ലേ? കല്ല് കഷ്ണത്തിനാണെങ്കിലും ഒരു ബ്രിക്കിനാണെങ്കിലും എന്തുണ്ട്? കറക്റ്റ് ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ഉണ്ട്. അപ്പൊ സോളിഡ് സ്റ്റേറ്റിന്റെ കാര്യം ഓക്കെ ആയല്ലോ. സോളിഡ് സ്റ്റേറ്റിന് എന്തൊക്കെയുണ്ട്? ഡെഫിനിറ്റ് മാസ് ഉണ്ട്, അതേപോലെ തന്നെ ഡെഫിനിറ്റ് വോളിയം ഉണ്ട് അല്ലെങ്കിൽ വ്യാപ്തമുണ്ട്. പിന്നെ എന്താണ്? കൃത്യമായ ഒരു ആകൃതി ഉണ്ട്. സോളിഡ് സ്റ്റേറ്റിന് എന്തുണ്ട്? കൃത്യമായ ഒരു ആകൃതി ഉണ്ട്. അപ്പൊ സോളിഡിന്റെ കാര്യം ഓക്കെ ആയല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ വരുന്നതാണ് ലിക്വിഡ് സ്റ്റേറ്റിന് മാസ് ഉണ്ടോ?
ഉണ്ടല്ലേ. ലിക്വിഡ് സ്റ്റേറ്റിന് മാസ് ഉണ്ട്. അതാണ് നമ്മൾ 1 ലിറ്റർ വെള്ളം അല്ലെങ്കിൽ 1 ലിറ്റർ വെള്ളം 1 ലിറ്റർ പാല് ഒക്കെ പറഞ്ഞ് നമ്മൾ വാങ്ങുന്നുണ്ട് ഇല്ലേ. കെറോസിൻ ലിക്വിഡ് സ്റ്റേറ്റിലാണ് ഉള്ളത്. 1 ലിറ്റർ മണ്ണെണ്ണ ഇല്ലേ, എന്തുണ്ട്, മാസ് ഉണ്ട്. അതതിന്റെ തൂക്കമാണ് ലിറ്റർ എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ. സോളിഡ് സ്റ്റേറ്റിന് ലിക്വിഡ് സ്റ്റേറ്റിന് ഡെഫിനിറ്റ് വോളിയം ഉണ്ടോ? ഡെഫിനിറ്റ് വോളിയം ലിക്വിഡ് സ്റ്റേറ്റിന് ഉണ്ട്. 1 ലിറ്റർ വെള്ളം കൊള്ളണമെങ്കിൽ 1 ലിറ്റർ അല്ലെങ്കിൽ 2 ലിറ്ററെങ്കിലും കൊള്ളുന്ന ഒരു കുപ്പിയിൽ ഒഴിച്ചു വെച്ചാലല്ലേ 1 ലിറ്റർ വെള്ളം ഉൾക്കൊള്ളുള്ളൂ. ഒരു ഗ്ലാസ്സിലേക്ക് നമുക്ക് 1 ലിറ്റർ വെള്ളം ഒഴിച്ചു വെക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. ബാക്കി വെള്ളം എന്ത് ചെയ്യും? ഒഴുകി പോകും ഇല്ലേ. 1 ലിറ്റർ വെള്ളം ഒഴിച്ചു വെക്കാൻ 1 ലിറ്റർ അല്ലെങ്കിൽ 2 അതിൽ കൂടുതലുള്ള ഒരു അളവുള്ള ഒരു പാത്രം തന്നെ വേണ്ടേ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ലിക്വിഡ് സ്റ്റേറ്റിന് കൃത്യമായ ഒരു എന്തുണ്ട്, വ്യാപ്തമുണ്ട് അല്ലെങ്കിൽ വോളിയം ഉണ്ട്. അടുത്തത് എന്താ സ്റ്റേറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത്? നോ പെർമനന്റ് ഷേപ്പ്. അത് നമുക്കറിയാം. ലിക്വിഡ് സ്റ്റേറ്റില് പെർമനന്റ് ആയിട്ട് ഒരു ഷേപ്പ് ഇല്ല. ഉണ്ടോ? നല്ല വളഞ്ഞിരിക്കുന്ന കുപ്പിയിൽ ഒഴിച്ചു വെച്ചാൽ അത് വളഞ്ഞു തന്നെ ഇരിക്കും ഇല്ലേ. അങ്ങനെയല്ലേ നമുക്ക് തോന്നുക. കണ്ടെയ്നറിന്റെ ഷേപ്പിനനുസരിച്ച് ലിക്വിഡ് സ്റ്റേറ്റിന് എന്ത് ചെയ്യും, ഷേപ്പിൽ വ്യത്യാസം വരും അല്ലേ. കണ്ടെയ്നർ നമ്മൾ അത് ഒഴിച്ചു വെക്കുന്ന കണ്ടെയ്നർ അല്ലെങ്കിൽ പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ചാൽ അതിനനുസരിച്ചുള്ള ഷേപ്പ് ആയിരിക്കും വരിക അല്ലെ. നിങ്ങൾക്ക് തന്നെ സ്കൂളിൽ നോക്കിക്കഴിഞ്ഞാൽ പല ടൈപ്പ് വാട്ടർ ബോട്ടിൽസ് ഉണ്ടാവും അല്ലെ. ആ വാട്ടർ ബോട്ടിൽസിന്റെ ആകൃതിയിലല്ലേ ആ വെള്ളം ഇരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുക. അതുകൊണ്ട് തന്നെ ലിക്വിഡ് സ്റ്റേറ്റിന് എന്താണ്, പെർമനന്റ് ആയിട്ട് ഒരു ഷേപ്പ് ഇല്ല. ലിക്വിഡ് സ്റ്റേറ്റിന് മാസ് ഉണ്ട്, ഡെഫിനിറ്റ് വോളിയം ഉണ്ട്, പക്ഷെ പെർമനന്റ് ആയിട്ട് എന്താ, ഷേപ്പ് ഇല്ല. കൃത്യമായ ഷേപ്പ് ഇല്ല ലിക്വിഡ് സ്റ്റേറ്റിന്. ഓക്കെ ആണല്ലോ. അടുത്ത സ്റ്റേറ്റ് ഏതാണ്? ഗേഷ്യസ് സ്റ്റേറ്റ് അഥവാ വാതകാവസ്ഥ. വാതകാവസ്ഥയ്ക്ക് മാസ് ഉണ്ടോ? ഇല്ല എന്ന് പറഞ്ഞാൽ കിട്ടും. ഇപ്പൊ നമ്മൾ തെളിയിച്ചോളൂ. ഗേഷ്യസ് സ്റ്റേറ്റിന് മാസ് ഉണ്ട് അല്ലെ. നമ്മള് ബലൂണിന്റെ എക്സാമ്പിൾ പറഞ്ഞു. ലാലേട്ട നിൽക്കുന്ന പോലെ ഒന്ന് ചെരിഞ്ഞു നിൽക്കും അല്ലെ. ഓക്കെ. അപ്പൊ ഗേഷ്യസ് സ്റ്റേറ്റിന് എന്താണ്, മാസ് ഉണ്ട്. വോളിയം ഉണ്ടോ? ഗേഷ്യസ് സ്റ്റേറ്റിന് വോളിയം ഉണ്ടോ? ഗേഷ്യസ് സ്റ്റേറ്റിന് കൃത്യമായിട്ടൊരു വോളിയം ഇല്ല, കൃത്യമായിട്ട് വ്യാപ്തമില്ല. പിന്നെയോ ഷേപ്പ് ഉണ്ടോ? ഷേപ്പിന്റെ കാര്യത്തിൽ ലിക്വിഡിനെ പോലെ തന്നെയാ, ഷേപ്പ് ഇല്ലെന്നേ. ബലൂണിൽ ഊതി വീർപ്പിച്ച ബലൂണിന്റെ ഷേപ്പ്. ബലൂൺ തന്നെ പല ടൈപ്പ് ഉണ്ടല്ലോ. ഹാർട്ടിലുള്ള ബലൂൺ ഉണ്ട്, വേറെ പല രീതിക്കുള്ള ബലൂൺസ് ഉണ്ട് ഇല്ലേ. അപ്പൊ ആ ബലൂണിലേക്ക് ഊതിയ ആ ബലൂണിന്റെ ഷേപ്പിലല്ലേ വരിക. അപ്പൊ ലിക്വിഡിനും ഗ്യാസിനും ഷേപ്പിന്റെ കാര്യത്തിൽ ഇവര് തുല്യരാണ്. എന്താണ്, ഇവർക്ക് രണ്ടുപേർക്ക് പെർമനന്റ് ആയിട്ടൊരു ഷേപ്പ് ഇല്ല. ഓക്കെ ആണല്ലോ. അപ്പൊ സോളിഡ്സിന് എന്താണ്, സോളിഡ് സ്റ്റേറ്റ് ആണ് ബെറ്റർ. ഇവർക്ക് എല്ലാം ഉണ്ട് അല്ലെ. മാസ് ഉണ്ട്, ഷേപ്പ് ഉണ്ട്, വ്യാപ്തമുണ്ട് അല്ലെങ്കിൽ വോളിയം ഉണ്ട് അല്ലെ. ലിക്വിഡിന് മാസ് ഉണ്ട്, വ്യാപ്തമുണ്ട്, ഷേപ്പ് ഇല്ല. ഗ്യാസിന് മാസ് ഉണ്ട്, ഷേപ്പും വോളിയവും പെർമനന്റ് ആയിട്ടില്ല. പെർമനന്റ് ആയിട്ട് ഷേപ്പും വോളിയവും ലിക്വിഡ് സ്റ്റേറ്റിന് ഗേഷ്യസ് സ്റ്റേറ്റിന് ഇല്ല. ഓക്കെ ആണല്ലോ. ഓക്കെ. Then we are moving to the next part. എന്താണ്, tiny particles in matter. എന്താണ്, പദാർത്ഥത്തിലെ സൂക്ഷ്മ കണികകൾ. എന്തായിരിക്കും സൂക്ഷ്മ കണികകൾ? സുഷുമ്ന നാഡിയൊന്നുമല്ല, സൂക്ഷ്മ കണികകൾ. പദാർത്ഥത്തിലെ സൂക്ഷ്മ കണികകൾ. എന്താണ് സൂക്ഷ്മ കണികകൾ എന്ന് പറഞ്ഞാല് അറിയോ? അതായത് എല്ലാ പദാർത്ഥങ്ങളും, അതായത് സോളിഡ് സ്റ്റേറ്റിലും ലിക്വിഡ് സ്റ്റേറ്റിലും ഗേഷ്യസ് സ്റ്റേറ്റിലും ഉള്ള എല്ലാ പദാർത്ഥങ്ങളും എങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? സൂക്ഷ്മ കണികകൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. സൂക്ഷ്മ കണികകൾ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം എന്താണ്, അവ നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റത്തില്ല. അതായത് നമ്മുടെ നേക്ഡ് ഐസ് ഉപയോഗിച്ച് കാണാൻ വേണ്ടി പറ്റത്തില്ല. ടൈനി പാർട്ടിക്കിൾസിന് നമുക്ക് നഗ്ന നേത്രങ്ങൾ ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ വേണ്ടി പറ്റത്തില്ല. എല്ലാ സബ്സ്റ്റൻസും സൂക്ഷ്മകണികകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. സൂക്ഷ്മകണികൾ നമുക്ക് എന്താണ്, കാണാൻ വേണ്ടി പറ്റത്തില്ല. ഓക്കെ. പദാർത്ഥത്തിലെ എല്ലാത്തിനും, അതായത് ഈ സൂക്ഷ്മകണികകൾക്കുണ്ടല്ലോ, സൂക്ഷ്മകണികൾക്ക് ആ പദാർത്ഥത്തിന്റെ എല്ലാ സ്വഭാവവും ഉണ്ടാകും. സൂക്ഷ്മകണികകൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല എന്നൊന്നും വെച്ചിട്ട് അവർക്ക് ആ പദാർത്ഥത്തിന്റെ സ്വഭാവം ഇല്ലാതെയൊന്നായി പോകില്ല. പക്ഷെ അവർക്ക് ആ പദാർത്ഥത്തിന്റെ സൂക്ഷ്മകണികൾ ചെറുതാണെങ്കിലും അവർക്ക് ആ പദാർത്ഥത്തിന്റെ എല്ലാ സ്വഭാവവും ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഉപ്പിന്റെ തരി, കല്ലുപ്പും പൊടിയുപ്പും എടുക്കുക. കല്ലുപ്പ് എങ്ങനെയുള്ളത്? കുറച്ച് സോളിഡ് എന്താ പറയാ,
ഇങ്ങനെ കട്ടയായിട്ട് ചെറിയ കട്ടകളായിട്ടാണ് ഉള്ളത് അല്ലേ. പിന്നെ പൊടിയുപ്പ് എടുക്കുക. പൊടിയുപ്പ് തരി 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 ആയിരിക്കും. ഇതിൽ രണ്ടിലും ഒരേ സൂക്ഷ്മ കണികകൾ തന്നെയാണ് ഉള്ളത് അല്ലെ. ഏറ്റവും ചെറിയ കണികകളെയാണ് നമ്മൾ സൂക്ഷ്മ കണികൾ എന്ന് പറയുന്നത്. രണ്ടിനും ഉപ്പിന്റെ ടേസ്റ്റ് തന്നെയല്ലേ, രണ്ടിനും ഉപ്പിന്റെ സ്വഭാവമല്ലേ. കല്ലുപ്പിന് കൂടുതലോ പൊടിയുപ്പിന് കുറവൊന്നുമില്ലല്ലോ. രണ്ടും ഉപ്പിന്റെ എല്ലാ സ്വഭാവവും കാണിക്കും. ആ മൈന്യൂട്ട് പാർട്ടിക്കിൾസ്, അതായത് കല്ലുപ്പ് നമ്മൾ ഇടിച്ച് പൊടിച്ച് ചെറുതാക്കിയാലും അതിന്റെ ഏറ്റവും ചെറിയ പാർട്ടിക്കിളിനും എന്തുണ്ടാകും, ഉപ്പിന്റെ എല്ലാ സ്വഭാവവും ഉണ്ടാകും. ഉപ്പിന്റെ എല്ലാ സ്വഭാവവും എന്തിനുണ്ടാകും, ഈ ടൈനി പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ സൂക്ഷ്മ കണികൾക്ക് ഉണ്ടാകും. അപ്പൊ മക്കളെ പിന്നെ ഒരു എക്സാമ്പിൾ പറയട്ടെ. പഞ്ചസാര. പഞ്ചസാര നമ്മൾ വെള്ളത്തിലിട്ട് കലക്കി കഴിയുമ്പോൾ പഞ്ചസാര കാണുമോ? പഞ്ചസാര വെള്ളത്തിലിട്ട് നല്ലോണം കലക്കി ലയിപ്പിച്ച് ചേർത്ത് കഴിയുമ്പോൾ പഞ്ചസാര നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ? പഞ്ചസാര കാണുന്നുണ്ടോ? ഇല്ല. പക്ഷെ ആ വെള്ളത്തിന് എന്തുണ്ട്? പഞ്ചസാരയുടെ മധുരമില്ലേ? ഉണ്ട്. പഞ്ചസാരയുടെ മധുരമുണ്ട്. അതിന് കാരണം എന്താ? വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന പഞ്ചസാര കണികകളാണ് ആ പഞ്ചസാരയുടെ മധുരം നൽകുന്നത് അല്ലെ. സൂക്ഷ്മ കണികകളുടെ പ്രസൻസ് അവിടെ ഉള്ളത് കൊണ്ടാണ് ആ വെള്ളത്തിന് എന്താണ്, പഞ്ചസാരയുടെ മധുരം കിട്ടുന്നത്. നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ? വെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന പഞ്ചസാര തരികൾ കാണുന്നുണ്ടോ? ഇല്ല. പക്ഷെ പഞ്ചസാരയുടെ മധുരം എന്തുണ്ട്, നമുക്ക് കിട്ടുന്നുണ്ട് ഇല്ലേ. അതാണ് സൂക്ഷ്മ കണികകൾ എന്ന് പറയുന്നതിന് ഒരു എക്സാമ്പിൾ. അതായത് സൂക്ഷ്മ കണികൾക്ക് പദാർത്ഥത്തിന്റെ എല്ലാ സ്വഭാവവും ഉണ്ടാകും എന്ന് പറയുന്നതിന്റെ ഒരു എക്സാമ്പിൾ അതാണ്. ഓക്കെ ആണല്ലോ. ഈ സൂക്ഷ്മ കണികകൾ എങ്ങനെയാണ് ഓരോ ഫിസിക്കൽ സ്റ്റേറ്റിലും അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. എങ്ങനെയായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കിയാലോ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ആരെ എടുത്തു? സോളിഡ് സ്റ്റേറ്റിനെ തന്നെ എടുത്തു. സോളിഡ് സ്റ്റേറ്റിൽ നമ്മൾ പറഞ്ഞു മാസ് ഉണ്ട്, വ്യാപ്തമുണ്ട്, പിന്നെ എന്താണ്, പെർമനന്റ് ഷേപ്പ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഓക്കെ, സോളിഡ് സ്റ്റേറ്റിൽ സൂക്ഷ്മ കണികകൾ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് കണ്ടോ. ഇതാ ഇങ്ങനെ അടുത്തടുത്തായിരിക്കും. അടുത്തടുത്ത് ആയിരിക്കും അവര് ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നത്. ഒന്നൊന്നിനെ വിട്ടുപോകാൻ പറ്റിയേ ഇല്ല. അവര് തമ്മിൽ അത്രയ്ക്കും അട്രാക്റ്റഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. സൂക്ഷ്മകണികളുടെ പ്രത്യേകത നോക്കിക്കേ. സോളിഡ് സ്റ്റേറ്റില് ഒന്നൊന്നിനെ വിട്ടുപോകുന്നുണ്ടോ? ഇല്ല. അവരെല്ലാരും അടുത്തടുത്താണ്. അവര് സ്നേഹ ബന്ധത്തിലാണുള്ളത് അല്ലേ. അവര് ഒരാൾക്ക് ഒരാളെ വിട്ടുപോകാൻ പറ്റത്തില്ല. സൂക്ഷ്മകണികൾ അത്ര അടുത്തടുത്തടുത്ത് ഒരു ബ്ലോക്ക് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലെ. ലിക്വിഡ് സ്റ്റേറ്റിലോ? ലിക്വിഡ് സ്റ്റേറ്റില് ചെറിയ എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. ഇവരിതാ അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്ത വലിയ സ്നേഹത്തിലൊന്നും അല്ല, എന്നാലും ചെറിയൊരു ദൂരത്തില് അല്ലെ. ചെറിയൊരു ദൂരത്തിലാണ് ഇവര് സ്ഥിതി ചെയ്യുന്നത് അല്ലെ. ഓക്കെ, പിന്നെ ഗേഷ്യസ് സ്റ്റേജിലോ? ഗേഷ്യസ് സ്റ്റേജിൽ ഇവർ ഫ്രീ ആണ് അല്ലെ. ഇവർക്ക് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം, ഓരോ തരികൾക്കും അല്ലെ. ഓരോ സൂക്ഷ്മകണികൾക്കും ഇതിലെ വേണമെങ്കിലും പോകാം. വളരെ ദൂരത്തിലാണ് ഗേഷ്യസ് സ്റ്റേറ്റില് സൂക്ഷ്മ കണികകൾ സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് നോക്കാം സോളിഡ് സ്റ്റേറ്റിലെ പാർട്ടിക്കിൾസ് എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. ക്ലോസ്ലി പാക്ഡ് അല്ലെ. ക്ലോസ്ലി പാക്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അടുത്തടുത്ത് കട്ടയ്ക്ക് ചേർന്ന് ഇങ്ങനെ ഒട്ടിയാണ് സോളിഡ് സ്റ്റേറ്റിൽ സൂക്ഷ്മ കണികകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെയോ ഫ്രീഡം ഉണ്ടോ മൂവ്മെന്റിന്? അവർക്ക് ചലന സ്വാതന്ത്ര്യം ഉണ്ടോ? ഇല്ല. ഒരാളെ വിട്ടുപോകാൻ പറ്റത്തില്ല. അവർക്ക് ഒന്നെങ്കിൽ ഇങ്ങനെ കട്ടയായിട്ട് ഒരുമിച്ച് നീങ്ങാൻ വേണ്ടി പറ്റത്തുള്ളൂ അല്ലെ. ഈ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഒരു കല്ലിൽ ഇങ്ങനെയാണ് സൂക്ഷ്മ കണികകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് വിചാരിക്കാം. നമ്മളൊരു ചുറ്റികയൊക്കെ എടുത്ത് കല്ലിനെ രണ്ടാക്കി പൊടിച്ചു, ഇടിച്ച് രണ്ട് പീസാക്കി വിചാരിക്കുക. രണ്ട് പീസാക്കിയാലും ആ രണ്ട് പീസിലും സൂക്ഷ്മ കണികകൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഇങ്ങനെ തന്നെയായിരിക്കും ഉണ്ടാകുക, അടുത്തടുത്തായിരിക്കും ഉണ്ടാകുക. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ. അവർക്ക് ഫ്രീ ടു മൂവ്മെന്റ് ഉണ്ടോ? മൂവ്മെന്റിന് സ്വാധീനമല്ല. അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ്, ഇവർ തമ്മിൽ ഭയങ്കര അട്രാക്ഷൻ ആണ്. മാഗ്നറ്റിനെ പോലെയാണ് ഒട്ടിയാ നിൽക്കുന്നത്. സോളിഡ് സ്റ്റേറ്റില് അട്രാക്ഷൻ ഏറ്റവും കൂടുതലായിരിക്കും. സോളിഡ് സ്റ്റേറ്റില് സൂക്ഷ്മ കണികകൾ തമ്മിലുള്ള അട്രാക്ഷൻ ഏറ്റവും കൂടുതലായിരിക്കും. ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും ഇവർക്ക് ഒരാളെ വിട്ടുപോകാനേ പറ്റത്തില്ല. പിന്നെയോ എനർജി ഓഫ് പാർട്ടിക്കിൾസ്. എന്താണ് പാർട്ടിക്കിൾസിന്റെ എനർജി? ഇവർക്ക് മൂവ്മെന്റ് സാധ്യമാണോ? അല്ല. അതുകൊണ്ട് തന്നെ എനർജി എന്ന് പറയുന്നത് കുറച്ച് കുറവായിരിക്കും. അതായത് അവർക്ക് മൂവ്മെന്റ് സാധ്യമല്ല. അടുത്ത സ്റ്റേറ്റ് നോക്കാം, ലിക്വിഡ് സ്റ്റേറ്റ് അല്ലെ. അടുത്ത സ്റ്റേറ്റ് ഏതാ?
ലിക്വിഡ് സ്റ്റേറ്റ്. ലിക്വിഡ് സ്റ്റേറ്റിൽ എങ്ങനെയാ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? കുറച്ച് ലൂസ് ആയിട്ടാണ് അല്ലെ, ലൂസ്ലി പാക്ഡ് ആണ്, അടുത്തടുത്താണ്, പക്ഷെ അവര് തമ്മിൽ ചെറിയൊരു അകലമുണ്ട് അല്ലെ. സോളിഡ് സ്റ്റേറ്റിലെ പോലെ ഒട്ടി ഒട്ടിയല്ല, ചെറിയൊരു അകലമുണ്ട് അല്ലെ. ചെറിയൊരു അകലത്തിലാണ് സൂക്ഷ്മകണികകൾ ലിക്വിഡ് സ്റ്റേറ്റിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവർക്ക് ഫ്രീ ടു മൂവ്മെന്റ് ഉണ്ടോ? ഇവർക്ക് ചലന സ്വാതന്ത്ര്യം ഉണ്ട്. എന്താണ്? ഇവർക്ക് മൂവ്മെന്റ് പോസിബിൾ ആണ് അല്ലെ. ഇവർക്ക് മൂവ്മെന്റ് പോസിബിൾ ആണ് അല്ലെ. അതല്ലേ നമ്മൾ വെള്ളം ഒഴിച്ചു വിട്ടാൽ വെള്ളം ഇങ്ങനെ ഒഴുകി പോകൂലേ? അതാണ് അവർക്ക് ലിക്വിഡ് സ്റ്റേറ്റിലുള്ള എല്ലാത്തിനും എന്തുണ്ട്? മൂവ്മെന്റ് സാധ്യമാണ്. അവരുടെ സൂക്ഷ്മകണികകൾ അടുത്തടുത്തല്ല, അകലെ അകലെയാണ്, അതായത് കുറച്ച് അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അട്രാക്ഷനോ? സോളിഡ് സ്റ്റേറ്റിനെ വെച്ച് നോക്കുമ്പോൾ ലിക്വിഡ് സ്റ്റേറ്റിൽ അട്രാക്ഷൻ കുറവാണ്. എനർജിയോ? സോളിഡ് സ്റ്റേറ്റിനേക്കാൾ കുറച്ച് എനർജി കൂടുതൽ ആർക്കുണ്ട്? ലിക്വിഡ് സ്റ്റേറ്റിനുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് മൂവ്മെന്റ് സാധ്യമാകുന്നു. പിന്നെ ഇനിയുള്ള സ്റ്റേറ്റ് ഏതാ? നമ്മുടെ ഗേഷ്യസ് സ്റ്റേറ്റ് അല്ലേ. ഗേഷ്യസ് സ്റ്റേറ്റിൽ എന്താ പ്രത്യേകത? ഇവരുടെ സൂക്ഷ്മകണികകൾ ടൈനി പാർട്ടിക്കിൾസ് എങ്ങനെയാണ്? വളരെ അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെ വളരെ അകലത്തിലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യും? ഹൈ ഫ്രീഡം ടു മൂവ്മെന്റ്. സൂക്ഷ്മകണികൾക്ക് എന്താണ്? ഹൈ ഫ്രീഡം ടു മൂവ്മെന്റ് ആണ്. ചലന സ്വാതന്ത്ര്യം ഏറ്റവും കൂടുതലുണ്ട്. ഏതിന്? ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള പദാർത്ഥങ്ങൾക്ക്. ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള പദാർത്ഥങ്ങൾ തമ്മിലുള്ള അട്രാക്ഷനോ? ഇവർ തമ്മിൽ അട്രാക്ഷൻ ഒന്നുമില്ല, ഒരു അട്രാക്ഷനും ഇല്ല അല്ലെ. ഇവർ അകലെ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ അട്രാക്ഷൻ ഇല്ല. എനർജിയോ? ഇവർക്ക് ചലന സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈ എനർജി ആയിരിക്കും ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള പദാർത്ഥങ്ങൾക്ക് അല്ലെ. ഒന്നും കൂടെ നോക്കാം. ഗേഷ്യസ് സ്റ്റേറ്റ്. ഗേഷ്യസ് സ്റ്റേറ്റില് പദാർത്ഥങ്ങൾ എങ്ങനെയാണ്? ലൂസ്ലി പാക്ഡ് ആണ്. അതേപോലെ തന്നെ ലാർജ് ഫ്രീഡം ടു മൂവ്മെന്റ്, അതായത് നല്ല ഫ്രീഡം ഉണ്ട്. അവർക്ക് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം അല്ലേ. വായു എവിടെ വേണമെങ്കിലും സഞ്ചരിച്ചു പോകാൻ വേണ്ടി അവർക്ക് പറ്റും. അട്രാക്ഷനോ? അട്രാക്ഷൻ ഇല്ല. ഇവർ അകലത്തിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് അട്രാക്ഷൻ ഇല്ല. എനർജിയോ? എനർജി ഏറ്റവും കൂടുതൽ. അപ്പൊ എനർജി ഏറ്റവും കൂടുതലുള്ള സ്റ്റേറ്റ് ഏതാ? ഗേഷ്യസ് സ്റ്റേറ്റ് അല്ലെ. ഏറ്റവും കൂടുതൽ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഉള്ളത് ഏതിനാ? ഗേഷ്യസ് സ്റ്റേറ്റിന്. പിന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ഉള്ളത് ഏത് സ്റ്റേറ്റിലാ? സൂക്ഷ്മകണികൾ തമ്മിൽ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ഉള്ളത് ഏത് സ്റ്റേറ്റിലാ? സോളിഡ് സ്റ്റേറ്റില്. ഓക്കെ ആണോ? ഓക്കെ ആണ്. ഈ സോളിഡ്, ലിക്വിഡ്, ഗേഷ്യസ് സ്റ്റേറ്റിൽ ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത് ഏത് സ്റ്റേറ്റിലാ? ഏത് അവസ്ഥയിലാണ്? വാതക അവസ്ഥയിലാണ് ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത്. ഓക്കെ ആണല്ലോ? ഓക്കെ. നെക്സ്റ്റ് ആണ് ചേഞ്ചസ് ഓഫ് സ്റ്റേറ്റ്, അതായത് അവസ്ഥാ പരിവർത്തനം. നമ്മൾ 3 സ്റ്റേറ്റുകളെ പറ്റി പഠിച്ചു, അവസ്ഥകളെ പറ്റി പഠിച്ചു. ഏതാ? ഖരം, ദ്രാവകം, വാതകം, അഥവാ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് അല്ലെ. 3 അവസ്ഥയെ പറ്റി പഠിച്ചിട്ടുണ്ട്. ഈ അവസ്ഥകൾക്ക് മാറ്റം സംഭവിക്കുമോ? സോളിഡിനെ നമുക്ക് ലിക്വിഡ് ആക്കാൻ വേണ്ടി പറ്റുമോ? പറ്റും. സോളിഡിനെ ലിക്വിഡ് ആക്കാൻ വേണ്ടി പറ്റും. ഐസ് ക്യൂബ് നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കുന്നതാണ്. ലിക്വിഡിനെ സോളിഡ് ആക്കാൻ വേണ്ടി പറ്റുമോ? നമുക്ക് നോക്കാം, പറ്റുമോ നോക്കാം അല്ലെ. ഓക്കെ. സോളിഡിനെ ഇവിടെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. One state of matter can be changed to another state by providing heating and cooling. അതായത് ചൂട് നൽകിയും അല്ലെങ്കിൽ തണുപ്പിച്ചും നമുക്ക് ഒരവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്ക് പദാർത്ഥങ്ങളെ മാറ്റാൻ വേണ്ടി സാധിക്കും. ഒരവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്ക് പദാർത്ഥങ്ങളെ അവസ്ഥാ പരിവർത്തനത്തിന് വിധേയമാക്കുന്ന എനർജി ഏതാണ്? ഹീറ്റ് എനർജി. ഒന്നെങ്കിൽ ചൂടാക്കാം അല്ലെങ്കിൽ തണുപ്പിക്കാം. അങ്ങനെ നമുക്ക് അവസ്ഥാ പരിവർത്തനം നടത്താൻ വേണ്ടി പറ്റും അല്ലെ. സോളിഡ് സ്റ്റേറ്റിലുള്ള ഒരു വസ്തുവിനെ എങ്ങനെ നമുക്ക് ലിക്വിഡ് ആക്കാം? സോളിഡ് സ്റ്റേറ്റിലുള്ള ഒരു വസ്തുവിനെ എങ്ങനെ ലിക്വിഡ് ഫോമിലേക്ക് ആക്കാം? ഹീറ്റ് എനർജി കൊടുത്തുകൊണ്ട് പറ്റും ഇല്ലേ. ഐസ് ക്യൂബ്, ഐസ് കട്ട, ഐസ് ക്യൂബ് നിങ്ങൾ എങ്ങനെയാ ലിക്വിഡ് ഫോമിലേക്ക് ആക്കുന്നത്? കുറച്ചു നേരം വെയിലത്ത് കൊണ്ടേ വെച്ച് കഴിഞ്ഞാൽ അത് അലുത്ത് വരും. അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ കൊണ്ട് തന്നെ അത് അലുക്കും അല്ലേ. ചൂട് അവിടെ ചെല്ലുന്നത് കൊണ്ടാണ് സോളിഡ് സ്റ്റേറ്റിൽ നിന്നും ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് അവിടെ അവസ്ഥാ പരിവർത്തനം നടക്കുന്നത് അല്ലെ.
ഈ ലിക്വിഡ് സ്റ്റേറ്റിലുള്ളതിനെ നമുക്ക് തിരിച്ച് സോളിഡിലേക്ക് ആക്കാൻ വേണ്ടി പറ്റുമോ? തിരിച്ച് സോളിഡിലേക്ക് ആക്കാൻ വേണ്ടി പറ്റുമോ? നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ, ലിക്വിഡിലുള്ള ഏതെങ്കിലും നമ്മൾ സോളിഡ് ആക്കുന്നുണ്ടോന്ന്? ഇല്ലേടാ, നമ്മൾ ഐസ് അങ്ങനെയല്ലേ ഉണ്ടാക്കുന്നത് അല്ലേ? ഐസ് ട്രേയിലേക്ക് വെള്ളം ഒഴിച്ചു വെച്ച് അത് ഫ്രീസറിൽ കൊണ്ടുപോയി വെച്ച് തണുപ്പിച്ചിട്ടല്ലേ നമ്മള് ഐസ് ക്യൂബ്സ് ആക്കി ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പൊ ഇവിടെ ഏത് എനർജിയാ? കൂളിംഗ് അല്ലേ? അതായത് തണുപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലിക്വിഡിനെ എന്താക്കി മാറ്റാൻ വേണ്ടി പറ്റും? സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റും ഇല്ലേ? പിന്നെ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള എന്തെങ്കിലും നമുക്ക് ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റുമോ? ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ ഗ്യാസിലേക്ക് ആക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ലേ? പറ്റും. രാവിലെ ചായ തിളപ്പിക്കുന്നില്ല നിങ്ങള്? ചായ തിളപ്പിക്കുമ്പോ ഇങ്ങനെ ആവി ഇങ്ങനെ നീരാവിയായിട്ട് പോകുന്ന കാണുന്നില്ലേ വെള്ളം തിളയ്ക്കുമ്പോ? വെള്ളം തിളയ്ക്കുമ്പോ അതായത് ചൂട് നൽകിയാൽ ദ്രാവക അവസ്ഥയിലുള്ള ഒരു പദാർത്ഥത്തിനെ നമുക്ക് എന്താക്കി മാറ്റാൻ വേണ്ടി പറ്റും? വാതക അവസ്ഥയിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റും. മഴ പെയ്യുന്നതൊക്കെ ഈ ടെക്നിക്കാണോ? ഇവാപറേഷൻ ഒക്കെ നടക്കുന്നില്ലേ? ലിക്വിഡ് സ്റ്റേറ്റ് ചൂടായിട്ട് വാതകമായിട്ട് എന്താകും? മാറും. വെള്ളം തിളപ്പിക്കുമ്പോ ഓർമ്മയില്ലേ? പാത്രത്തിൽ നിന്ന് ഇങ്ങനെ ആവി പോകുന്ന നീരാവി പോകുന്നത് കാണുന്നില്ലേ നിങ്ങള്? അതിലിങ്ങനെ മുഖമൊക്കെ വെച്ച് കൊടുക്കൂലേ നമ്മൾ ചൂടടിക്കാൻ വേണ്ടിട്ട്? അപ്പോ ചൂട് നൽകി കഴിഞ്ഞാല് ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ഒരു വസ്തുവിനെ നമുക്ക് എന്താക്കി മാറ്റാം? ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റും. പിന്നെ ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള ഒരു വസ്തുവിനെ ലിക്വിഡിലേക്ക് ആക്കാൻ വേണ്ടി പറ്റുമോ? പറ്റും. തണുപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള ഒരു വസ്തുവിനെ നമുക്ക് എന്താക്കി മാറ്റാം? ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോളിഡിനെ ലിക്വിഡിലേക്ക് മാറ്റുന്ന ആ പ്രോസസ്സിനെ പറയുന്നതാണ് എന്ത്? ലിക്വിഫിക്കേഷൻ അല്ലെങ്കിൽ ലിക്വേഷൻ. സോളിഡ് ചൂട് നൽകി നമ്മൾ എന്താക്കി മാറ്റും? ലിക്വിഡ് ആക്കി മാറ്റും. ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. ആ പ്രോസസ്സിനെ എന്തെന്ന് പറയും? ലിക്വേഷൻ. എന്ത്? ലിക്വേഷൻ അല്ലെങ്കിൽ ദ്രവീകരണം. എന്ത്? ദ്രവീകരണം അല്ലെങ്കിൽ ലിക്വേഷൻ. ദ്രവീകരണം അഥവാ ലിക്വേഷൻ എന്ന് പറയും. ലിക്വിഡിനെ ഗ്യാസ് ആക്കി മാറ്റുന്നതിനെ നമ്മൾ എന്ത് പറയും? ലിക്വിഡിനെ ഗ്യാസ് ആക്കി മാറ്റുന്നതിനെ ഇവാപറേഷൻ. എന്ത്? ഇവാപറേഷൻ. എന്താണ്? അല്ലെങ്കിൽ ബാഷ്പീകരണം എന്ന് പറയും. എന്ത്? ബാഷ്പീകരണം അഥവാ ഇവാപറേഷൻ എന്ന് പറയും. ലിക്വിഡ് ഗ്യാസിലേക്ക് മാറുന്നതിനെയാണ് ബാഷ്പീകരണം എന്ന് പറയുന്നത്. അടുത്തത് ഗ്യാസ് ടു ലിക്വിഡ്. ഗ്യാസിനെ ലിക്വിഡ് ആക്കാൻ വേണ്ടി പറ്റും അല്ലെ? എങ്ങനെയാണ് ഗ്യാസിനെ ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള ഒരു വസ്തുവിനെ ലിക്വിഡിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റുന്നേ? തണുപ്പിച്ചു കഴിഞ്ഞാൽ പറ്റും. അതാണ് നമ്മൾ ഈ ഡയഗ്രത്തിൽ പറഞ്ഞത് അല്ലെ? ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള ഒരു വസ്തുവിനെ തണുപ്പിച്ചു കഴിഞ്ഞാൽ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റും. ആ പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയും? കണ്ടൻസേഷൻ അഥവാ സാന്ദ്രീകരണം. സാന്ദ്രീകരണം എന്ന് പറയും. ഓക്കെ ആണോ? ഓക്കെ. അടുത്തത് ഗ്യാസിനെ സോളിഡിലേക്ക്. ഗ്യാസിനെ സോളിഡിലേക്ക് ആക്കുന്ന പ്രോസസ്സിനെ നമ്മൾ എങ്ങനെ പറയും? സോളിഡിഫിക്കേഷൻ. ഗ്യാസ് ടു സോളിഡ് സോളിഡിഫിക്കേഷൻ അഥവാ അടുത്തതാണ് ഗ്യാസ് ടു സോളിഡ്. ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള ഒരു വസ്തുവിനെ നമ്മൾ സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറ്റുന്നതിന് എന്തെന്ന് പറയും? ഘനീഭവിക്കൽ. എന്ത്? ഘനീഭവിക്കൽ. സോളിഡ് സ്റ്റേറ്റിലേക്ക് ആക്കുന്നതിന് എന്തെന്ന് പറയും? ഘനീഭവിക്കൽ എന്ന് പറയും. അടുത്തത് നോക്കാം അല്ലെ? ലിക്വിഡ് ടു സോളിഡ്. ലിക്വിഡ് സോളിഡ് ആകുന്നു. ലിക്വിഡ് എന്താകുന്നു? സോളിഡ് ആകുന്നു. ലിക്വിഡ് സോളിഡ് ആകുന്നതിന് എന്തെന്നാ പറയാ? സോളിഡിഫിക്കേഷൻ അഥവാ ഘനീഭവിക്കൽ. സോളിഡ് ഗ്യാസ് ടു സോളിഡും ലിക്വിഡ് ടു സോളിഡും എന്തെന്ന് വിളിക്കും നമ്മള്? സോളിഡിഫിക്കേഷൻ അഥവാ ഘനീഭവിക്കൽ എന്ന് വിളിക്കും. സോളിഡിഫിക്കേഷൻ അഥവാ ഘനീഭവിക്കൽ. എന്ത്? ഘനീഭവിക്കൽ അഥവാ സോളിഡിഫിക്കേഷൻ. ലാസ്റ്റ് ടീച്ചർ പറഞ്ഞ ഒരു കളർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, റെഡ് കളറില്. സോളിഡ് ടു ഗ്യാസ്. സോളിഡിനെ എങ്ങനെ ഗ്യാസിലേക്ക് മാറ്റുക? പറ്റുമോ? സോളിഡ് ഗ്യാസ് ആവുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, സോളിഡ് എങ്ങനെ ഗ്യാസ് ആവുകയെന്ന്.
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, സോളിഡ് എങ്ങനെ ഗ്യാസ് ആവുക? ഓർമ്മ വരുന്നുണ്ടോ വല്ലോ? ടീച്ചർ ഒന്ന് പറഞ്ഞു നോക്കട്ടെ, ഓർക്കുന്നുണ്ടോ? നിങ്ങളൊന്ന് നോക്കി നോക്കട്ടോ അത് അങ്ങനെയാണോ എന്നുള്ളത്. നമ്മൾ ചന്ദനത്തിരി കത്തിക്കില്ലേ വീട്ടില്? ചന്ദനത്തിരി കത്തിക്കുമ്പോ എന്താ സംഭവിക്കുക? ചന്ദനത്തിരി കത്തിക്കുമ്പോ ആദ്യം എന്താണ്? ആദ്യം അത് ഗ്യാസ് ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. തീ കത്തിച്ചു, ചന്ദനത്തിരി നമ്മളിവിടെ കത്തിച്ചു, അപ്പൊ അത് ഗ്യാസ് ആയിട്ട് വേപ്പർ ആയിട്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത് അല്ലെ? ഗ്യാസ് ഇങ്ങനെ വേപ്പർ ആയിട്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ആ വേപ്പർ ആയിട്ട് പോകുന്ന അത് ആ സ്റ്റേറ്റ്, സോളിഡ് സ്റ്റേറ്റിൽ ഉണ്ടാകുന്ന ചന്ദനത്തിരി നമ്മൾ ചൂട് കൊടുത്തു കഴിയുമ്പോൾ എങ്ങനെയായി? ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറി അല്ലെ? ഗ്യാസ് ആയിട്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, സോളിഡ് ടു ഗ്യാസ് അല്ലെ? ചന്ദനത്തിരി കത്തിക്കുക. ചന്ദനത്തിരി കത്തിക്കുമ്പോ എന്താ സംഭവിക്കുക? ചൂട്, ചന്ദനത്തിരി കത്തിച്ചു, തീ കൊടുത്ത് ചന്ദനത്തിരി കത്തിച്ചു കഴിഞ്ഞപ്പോൾ അത് ഇങ്ങനെ ഗ്യാസ് ആയിട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത് അല്ലെ? ഗ്യാസ് ആയിട്ട് ഡയറക്ട്ലി, സോളിഡ് ലിക്വിഡ് ഒന്നും ആവാതെ ഡയറക്ട്ലി എന്തായിട്ട് മാറുകയാണ് ചെയ്തത്? ഗ്യാസ് ആയിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പൊ എന്താണ് ആ പ്രോസസ്സിന് പറയുന്ന പേരെന്താണ്? സബ്ലിമേഷൻ. എന്താണ്? സബ്ലിമേഷൻ അല്ലെങ്കിൽ ഉത്പതനം എന്ന് പറയും. എന്ത്? ഉത്പതനം അല്ലെങ്കിൽ സബ്ലിമേഷൻ. സോളിഡ് ഡയറക്ട്ലി ഗ്യാസ് ആയി മാറുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സബ്ലിമേഷൻ. ഇത് 1 മാർക്കിന് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് എല്ലാ പരീക്ഷയ്ക്കും ചോദിച്ച് കണ്ടതാണ്. 1 മാർക്ക് സബ്ലിമേഷന്റെ എക്സാമ്പിൾ എഴുതാൻ വേണ്ടിയിട്ടൊക്കെ വരും. പിന്നെ ഏത് എക്സാമ്പിൾസ് ഉള്ളത്? ഒന്ന് ചന്ദനത്തിരി, പിന്നെ ചന്ദനത്തിരി അല്ലെങ്കിൽ ക്യാംഫർ എന്ന് പറയും. ചന്ദനത്തിരി, ക്യാംഫർ, പിന്നെ ഡ്രൈ ഐസ്, പിന്നെ എന്താണ്? നാഫ്തലിൻ, പാറ്റ ഗുളിക. അതൊക്കെ നമ്മൾ എവിടെയെങ്കിലും അമ്മമാരൊക്കെ വീടിന്റെ ഏതെങ്കിലും മൂലയിലൊക്കെ കൊണ്ടുപോയി വെക്കുന്ന കാണാം അല്ലെ? അത് ഡയറക്ട്ലി എന്തായിട്ടാണ് മാറുന്നത്? ഗേഷ്യസ് സ്റ്റേറ്റിലേക്കാണ് മാറുന്നത്. ടെമ്പറേച്ചറിന്റെ ചൂടനുസരിച്ച് അത് ഡയറക്ട്ലി എന്താകും? ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറും. ഓക്കെ ആണല്ലോ? ചേഞ്ചസ് ഓഫ് സ്റ്റേറ്റ് ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് ഈ ചേഞ്ചസ്, അവസ്ഥ പരിവർത്തനം നടക്കുമ്പോൾ അതിലുള്ള സൂക്ഷ്മ കണികകൾക്ക് എന്ത് മാറ്റമാണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അല്ലെ? സൂക്ഷ്മ കണികകൾക്ക് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നോക്കിയാലോ? ഓക്കെ, നമ്മൾ പഠിച്ചു സോളിഡിനെ ലിക്വിഡ് ആക്കാന്നും ലിക്വിഡിനെ ഗ്യാസ് ആക്കാന്നും ഒക്കെ നമ്മൾ പഠിച്ചു അല്ലെ? ഇനി ഇങ്ങനെ ചേഞ്ചസ് വരുമ്പോൾ നമ്മുടെ സൂക്ഷ്മ കണികകൾക്ക് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ടീച്ചർ ഇവിടെ കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മൂവ്മെന്റ്സ് ഓഫ് പാർട്ടിക്കിൾസ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ്, അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ്, അല്ലെങ്കിൽ എനർജി ഓഫ് പാർട്ടിക്കിൾസ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലെ? മൂവ്മെന്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ചലന സ്വാതന്ത്ര്യം. സോളിഡ് ലിക്വിഡിലേക്ക് മാറുമ്പോൾ സൂക്ഷ്മ കണികകളുടെ ചലനത്തിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് നോക്കാം. സോളിഡ് ലിക്വിഡിലേക്ക് മാറുമ്പോൾ സൂക്ഷ്മ കണികകളുടെ മൂവ്മെന്റ്, അതായത് ചലന സ്വാതന്ത്ര്യത്തിന് എന്ത് സംഭവിക്കും നോക്കാം. എങ്ങനെയാണ് സോളിഡിൽ ഉണ്ടായിരുന്ന സൂക്ഷ്മ കണികളുടെ അറേഞ്ച്മെന്റ്? ഇങ്ങനെ അടുത്തടുത്താണെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? ലിക്വിഡ് സ്റ്റേറ്റിലോ അകലത്തിലാണ്, കുറച്ച് അകലത്തിലാണ് അല്ലെ? കുറച്ച് അകലത്തിലാണ് സൂക്ഷ്മകണികൾ ദ്രാവക അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഈ അവസ്ഥയിൽ നിന്നും ഈ അവസ്ഥയിലേക്ക് മാറുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ചലന സ്വാതന്ത്ര്യം, സൂക്ഷ്മകണികളുടെ ചലന സ്വാതന്ത്ര്യം കൂടും. എന്ത്? സൂക്ഷ്മകണികളുടെ ചലന സ്വാതന്ത്ര്യം സോളിഡിൽ നിന്നും ലിക്വിഡിലേക്ക് ആകുമ്പോൾ എന്താണ് സംഭവിക്കുക? കൂടും. ഡിസ്റ്റൻസ് ഓഫ്, അകലമോ? നോക്കിയാൽ തന്നെ അറിയാം അല്ലെ? സോളിഡിൽ നിന്നും ലിക്വിഡിലേക്ക് ചേഞ്ചസ് വരുമ്പോൾ സൂക്ഷ്മകണികൾ തമ്മിലുള്ള അകലവും കൂടും, ഇൻക്രീസ് ചെയ്യും, കൂടും. പിന്നെയോ അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ്. എന്താ അട്രാക്ഷൻ? അവർ തമ്മിലുള്ള അട്രാക്ഷൻ, അടുത്തടുത്ത് സ്ഥിതി ചെയ്യുവാണോ ചെയ്യുന്നത്? സോളിഡ് സ്റ്റേറ്റിൽ ഇവർ തമ്മിൽ ഭയങ്കര അട്രാക്ഷൻ ആയിരുന്നു. അത് നേരെ ലിക്വിഡിലേക്ക് മാറ്റം വന്നപ്പോ എന്ത് സംഭവിച്ചു? അട്രാക്ഷനും ഇല്ല, ഒന്നുമില്ല അല്ലെ? ചെറിയൊരു അട്രാക്ഷൻ ഉണ്ട്, കാരണം അവർ കുറച്ച് അകലത്തിലാണ്. അവർ തമ്മിൽ ചെറിയൊരു അട്രാക്ഷനേ ഉള്ളൂ. എന്നാൽ സോളിഡ് സ്റ്റേറ്റിന്റെ അത്ര അട്രാക്ഷൻ ഇവിടെ ഉണ്ടോ? ഇല്ല, കുറഞ്ഞു. അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് എന്താണ് സംഭവിച്ചത്? കുറയുവാണ് ചെയ്തത്. എനർജി ഓഫ് പാർട്ടിക്കിൾസോ? പാർട്ടിക്കിൾസിന്റെ എനർജിക്ക് എന്താണ് സംഭവിക്കുന്നത്? സോളിഡ് സ്റ്റേറ്റിലെ എനർജി കുറവാണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ? അപ്പൊ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് വന്നപ്പോ അവർക്ക് കുറച്ച് എനർജി കിട്ടി. അതുകൊണ്ട് തന്നെ എന്താണ്? മൂവ്മെന്റും സാധ്യമാണ്, മൂവ്മെന്റും
കൂടി. ഓക്കെ ആണല്ലോ. സോളിഡ് സ്റ്റേറ്റിൽ നിന്നും ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ ടൈനി പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ സൂക്ഷ്മകണികൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഓക്കെ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് ലിക്വിഡ് ടു ഗ്യാസ്. ലിക്വിഡിൽ നിന്നും ദ്രാവക അവസ്ഥയിൽ നിന്നും വാതക അവസ്ഥയിലേക്ക് വരുന്ന മാറ്റം. ലിക്വിഡിൽ നിന്നും വാതക അവസ്ഥയിലേക്ക് വരുന്ന മാറ്റം എന്താണ്? സൂക്ഷ്മകണികകളുടെ ചലന സ്വാതന്ത്ര്യം കൂടുവോ കുറയുവോ? ഞാൻ പറഞ്ഞേ. സൂക്ഷ്മകണികളുടെ ചലന സ്വാതന്ത്ര്യം കൂടും അല്ലേ? ഇങ്ങനെയായിരുന്നു ലിക്വിഡ് സ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ പാർട്ടിക്കിൾസ് തമ്മിൽ വളരെ അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ചലന സ്വാതന്ത്ര്യം എന്ത് ചെയ്യും? കൂടും. ഡിസ്റ്റൻസും കൂടും. അട്രാക്ഷൻ കുറയും. കാരണം അവര് വളരെ അകലത്തിലാണ് ഗേഷ്യസ് സ്റ്റേറ്റിൽ വാതക രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള അട്രാക്ഷൻ എന്ത് ചെയ്യും? കുറയുകയാണ് ചെയ്യുന്നത്. എനർജിയോ? ലിക്വിഡ് സ്റ്റേറ്റിനേക്കാൾ ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത് ഏത് അവസ്ഥയിലാണ്? ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. അതുകൊണ്ട് തന്നെ ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറുമ്പോൾ അവരുടെ എനർജി എന്താണ് ചെയ്യുന്നത്? കൂടും. എനർജി കൂടും. ഓക്കെ, അടുത്തത് ഗ്യാസിൽ നിന്നും തിരിച്ച് ലിക്വിഡിലേക്ക് ആകുകയാണ്. അപ്പൊ ഗേഷ്യസ് സ്റ്റേറ്റിൽ എങ്ങനെയായിരുന്നു അറേഞ്ച് ചെയ്തുകൊണ്ടിരുന്നതെന്ന് നമുക്കറിയാം അല്ലെ? ഗേഷ്യസ് സ്റ്റേറ്റില് സൂക്ഷ്മകണികൾ വളരെ അകലത്തിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ അട്രാക്ഷൻ കുറവായിരുന്നു, അട്രാക്ഷൻ ഇല്ലായിരുന്നു. പിന്നെയോ മൂവ്മെന്റ്സ് എന്താണ്? വളരെ ഹൈ മൂവ്മെന്റ് ആണ്, ഹൈ എനർജിയാണ് ഗേഷ്യസ് സ്റ്റേറ്റിൽ അല്ലേ? അത് തിരിച്ച് നേരെ ലിക്വിഡിലേക്ക് വരുമ്പോ എന്ത് സംഭവിക്കും? അവരുടെ മൂവ്മെന്റ്, ഗേഷ്യസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അവര് വിശാലമായിരുന്നു, എവിടെ വേണമെങ്കിലും അവർക്ക് സഞ്ചരിക്കായിരുന്നു. അത് ലിക്വിഡിലേക്ക് വരുമ്പോ അവരുടെ ചലന സ്വാതന്ത്ര്യം കുറഞ്ഞു. തമ്മിലുള്ള അകലം കുറഞ്ഞു അല്ലേ? ഇങ്ങനെ ഉണ്ടായിരുന്നിടത്തുനിന്ന് ഇങ്ങനെയായി. അവര് കുറച്ചും കൂടെ അടുത്തടുത്താവാൻ തുടങ്ങി. അപ്പം അവർ തമ്മിലുള്ള സൂക്ഷ്മകണികൾ തമ്മിലുള്ള അകലം എന്തായി? കുറഞ്ഞു. പിന്നെ അട്രാക്ഷനോ? വാതക രൂപത്തിൽ നിന്നും ദ്രാവക രൂപത്തിലേക്ക് ആകുമ്പോൾ അട്രാക്ഷൻ കൂടുകയാണ് ചെയ്തത്. എനർജിയും കുറഞ്ഞു അല്ലെ? എന്ത് ചതിയാ ചെയ്തത്? ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ അവര് സുഖമായിട്ട് എവിടെ വേണമെങ്കിലും പോവായിരുന്നു, എങ്ങനെ വേണേലും നടക്കായിരുന്നു. പക്ഷെ അത് ലിക്വിഡിലേക്ക് ആയപ്പോ എന്ത് ചെയ്തു? അവരുടെ സ്വാതന്ത്ര്യം കുറഞ്ഞു, പാർട്ടിക്കിൾസ് തമ്മിലുള്ള അകലം കുറഞ്ഞു. പിന്നെയോ അട്രാക്ഷൻ കൂടി, അടുത്തടുത്ത് നിൽക്കണം, ഒറ്റയ്ക്ക് വിട്ടുപോകാൻ പറ്റത്തില്ല അല്ലെ? എനർജിയും കുറഞ്ഞു. ഇനി നമുക്ക് നോക്കാം, സോളിഡിൽ നിന്നും ഡയറക്ട്ലി ഗ്യാസിലേക്ക് ആകുമ്പോൾ. നമ്മൾ പഠിച്ചു സോളിഡ് ഡയറക്ട്ലി ഗ്യാസ് ആകുന്നതിന് എന്തെന്നാ പറഞ്ഞേ? സബ്ലിമേഷൻ അല്ലെങ്കിൽ ഉത്പതനം എന്നാണ് പറഞ്ഞത്. സോളിഡ് സ്റ്റേറ്റിൽ എങ്ങനെയാണ് സ്ഥിതി ചെയ്തുകൊണ്ടിരുന്നത്? പാർട്ടിക്കിൾസ് അടുത്തടുത്തായിരുന്നു സോളിഡ് സ്റ്റേറ്റിൽ സ്ഥിതി ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ? ഇങ്ങനെ അടുത്തടുത്ത് നിന്ന ആൾക്കാരെ ഇവരെ നമ്മൾ കയറ് കെട്ടി നിർത്തിയിരുന്നവരെ ഒന്ന് കയറഴിച്ച് വിട്ട് കഴിഞ്ഞപ്പോഴോ ഇവർക്ക് എവിടെ വേണേലും സഞ്ചരിക്കാം. സോളിഡ് സ്റ്റേറ്റിൽ നിന്നും ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് ചേഞ്ചസ് വന്നപ്പോ അവർക്ക് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം അല്ലേ? അവരുടെ മൂവ്മെന്റ് എന്ത് ചെയ്തു? കൂടി. അവരുടെ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, ടൈനി പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് എന്ത് ചെയ്തു? കൂടി. അതുപോലെ തന്നെ അകലമോ? അവർ തമ്മിലുള്ള അകലം കുറഞ്ഞു. ഒരാളെ വിട്ടൊക്കെ പോകാം അല്ലെ? അട്രാക്ഷനും കുറഞ്ഞു. അടുത്തടുത്ത് നിൽക്കേണ്ട കാര്യമുണ്ടോ ഗേഷ്യസ് സ്റ്റേറ്റില്? വേണ്ട, അവർ അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെയോ എനർജി ഓഫ് പാർട്ടിക്കിൾസോ? സോളിഡിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് എങ്ങനെയോ തിങ്ങിക്കൂടി ഇങ്ങനെ നിന്നോണ്ടിരുന്നവരെ നമ്മൾ കയറഴിച്ച് ഫ്രീ ആയിട്ട് വിട്ട് കഴിഞ്ഞപ്പോ അവരുടെ എന്താ? എനർജി കൂടി അല്ലെ? എനർജി കൂടി കഴിഞ്ഞാൽ അവർക്ക് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം അല്ലെ? അവരുടെ എനർജിയും കൂടി. ഓക്കെ ആണോ? അപ്പൊ ചേഞ്ചസ് ഓഫ് പാർട്ടിക്കിൾസ് ഡ്യൂറിംഗ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ് അല്ലെ? അവസ്ഥാ പരിവർത്തനം നടക്കുമ്പോൾ സൂക്ഷ്മകണികൾക്ക് വരുന്ന മാറ്റങ്ങളാണ് നമ്മൾ പഠിച്ചത് അല്ലെ? അപ്പോ മൂവ്മെന്റ് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ടേബിൾ പഠിച്ചു വെച്ചാൽ മതി. ഈ ടേബിൾ നിങ്ങൾക്ക് വൺ വേർഡ് ആയിട്ടൊക്കെ ചോദിച്ചു കാണുന്നതാണ്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഒക്കെ തന്നിട്ട് അപ്പോൾ മൂവ്മെന്റിന് എന്ത് സംഭവിക്കും, പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റിന് എന്ത് സംഭവിക്കും, ഡിസ്റ്റൻസിന് എന്ത് സംഭവിക്കും എന്നൊക്കെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ട് തരുന്നതാണ്. അപ്പൊ നോക്കുക, പഠിക്കുക. ഓക്കെ ആണല്ലോ?
ഓക്കെ, അപ്പൊ നമ്മൾ സബ്ലിമേഷൻ എന്താണെന്ന് പഠിച്ചിരുന്നു അല്ലേ? സബ്ലിമേഷൻ എന്തായിരുന്നു? സോളിഡ് സ്റ്റേറ്റ് ഡയറക്ട്ലി ഗ്യാസിലേക്ക് ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സബ്ലിമേഷൻ അഥവാ ഉത്പതനം എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ അതിനുള്ള എക്സാമ്പിൾ നാഫ്തലിൻ, അയഡിൻ, ഡ്രൈ ഐസ് അല്ലെങ്കിൽ ക്യാംഫർ, അതായത് പാത്രാഗുളിക, അയഡിൻ, പിന്നെ എന്താണ് ചന്ദനത്തിരി. ചന്ദനത്തിരിയൊക്കെയാണ് സബ്ലിമേഷന്റെ എക്സാമ്പിൾസ്. ഓക്കെ, അപ്പൊ മകളെ നമ്മൾ ഇന്ന് കെമിസ്ട്രിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് പഠിച്ചത്. എന്തൊക്കെ പഠിച്ചു? ഫസ്റ്റ് ചാപ്റ്റർ എന്തായിരുന്നു? പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആണ് ഫസ്റ്റ് ചാപ്റ്റർ. അപ്പൊ അതിൽ നമ്മൾ മാറ്റർ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്, ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെ എന്താ പഠിച്ചത്? ദ പാർട്ടിക്കിൾസ്, അറേഞ്ച്മെന്റ്സ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ഫിസിക്കൽ സ്റ്റേറ്റ് പഠിച്ചിട്ടുണ്ട്. പിന്നെ എന്താ ചേഞ്ചസ് ഓഫ് സ്റ്റേറ്റ്സ് പഠിച്ചു, അവസ്ഥാ പരിവർത്തനം പഠിച്ചു. പിന്നെന്താ പഠിച്ചേ? ടൈനി പാർട്ടിക്കിൾസ് അല്ലെ, സൂക്ഷ്മകണികകൾ, സൂക്ഷ്മകണികളെ പറ്റി പഠിച്ചു. സൂക്ഷ്മകണികകൾ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചു ഇല്ലേ? പഠിച്ചില്ലേ? ഓക്കെ, അപ്പോ നമ്മള് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പകുതിയോളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. ഓക്കെ, ബൈ.